ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ യുഎസിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ്, ഒട്ടും തന്നെ ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ തേടി എത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ ആക്രമണം അത് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി ഈ യുദ്ധത്തെ, ആ സംഘർഷത്തെ ഏത് തലത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ട്രംപ് നമുക്കറിയാം പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്ത് ശീലമുള്ള ആളാണ്. 2 ആഴ്ചയ്ക്കകം ഒരു തീരുമാനം എന്നത് പറഞ്ഞ് 48 മണിക്കൂറിനകം ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ. എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏത് തരത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? Yeah, തീർച്ചയായും. Good morning. It's a huge breaking news. You know, US has nothing to do with Iran-Israel fight. We have full control. We bombed 3 places now. Means യുഎസിന് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ ഫൈറ്റിനകത്ത് ഒരു കാര്യവുമില്ല. അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ് എന്നുള്ള അനൗൺസ്മെന്റ് 10 ദിവസം മുമ്പ് നടന്ന് അതിനുശേഷം 3 ദിവസം മുമ്പ് നമ്മൾ കണ്ടു യുഎസിന്, അല്ലെങ്കിൽ വി എന്ന വേർഡാണ് ഉപയോഗിച്ചത്, ഞങ്ങൾക്ക് ഇറാന്റെ വ്യോമ ഏരിയയിൽ ഫുൾ കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്ന് അതിനുശേഷം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ഏത് മൂവ്മെന്റ് ആയിരുന്നു എന്നായിരുന്നു. ആ ഒരു മൂവ്മെന്റിനകത്ത് ഇസ്രായേലിന്റെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷർ എത്രയും വേഗം ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. മീൻസ് ഈ ഒരു 3 ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ച് അത് ഇല്ലാതാക്കി മുന്നോട്ട് പോകണം എന്നുള്ളൊരു വലിയൊരു ഇമ്മൻസ് പ്രഷറിലായിരുന്നു ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം ഇവിടുത്തെ ഭരണകൂടവും നമുക്ക് കാണാം. എന്നാൽ 2 ആഴ്ച എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് പറയാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടന്നു. ഏകദേശം അമേരിക്കയുടെ 3 യുദ്ധവാഹിനി കപ്പലുകൾ ഇൻക്ലൂഡിംഗ് ജെറാൾഡ് ഫോർഡ്, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന കപ്പലാണ്. അത് തന്നെ സത്യം പറയുകയാണെങ്കിൽ ഒരു മിനി ഒരു സ്റ്റേഷനാണെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുകയായിരുന്നു. 4 ദിവസം മുമ്പ് ജെറുസലമിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള എല്ലാ അമേരിക്കൻകാരെയും ഇവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ഇവാക്യുവേഷനിലുള്ള ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ പ്രിക്കോഷൻസും ഈ ഒരു ദിവസങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തുകയായിരുന്നു. അത് നല്ലൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറിയത് ഇനി ഒരു യുദ്ധമില്ല, യുദ്ധത്തിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യത്തില്ല, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു പോയിന്റിലായിരുന്നു. ആ പോയിന്റിൽ വ്യതിചലിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചുമില്ല തുടക്കത്തിൽ. എന്നാൽ അദ്ദേഹം വളരെയധികം അണ്ടർ പ്രഷറിലായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും. അപ്പൊ അത് ഈ യുദ്ധം തുടങ്ങി പറഞ്ഞു പോണെങ്കിൽ തന്നെ ഇന്ന് 10ാം ദിവസം ആകുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 430 ആൾക്കാർ മരിക്കുകയും ഇറാനിൽ ഏകദേശം 3050-ലധികം ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു ഇറാനിൽ. എന്നാൽ ഇസ്രായേലിൽ ഏകദേശം 24 അല്ലെങ്കിൽ 25 ഡെത്തും ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരുടെ പരിക്കുമാണ് നമ്മൾ കണ്ടത്. അപ്പം ഇത് എവിടെ പോയി തീരും എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഇസ്രായേലിനും ഇറാനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിൽ ആകമാനമുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അമേരിക്ക ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളായ ഫോർദം, നഥാൻ ആൻഡ് ഇസ്ഫഹാൻ, ഈ 3 ഏരിയയിലും ഒരേ സമയം ഏറെക്കുറെ B2 ബങ്കർ ബസ്റ്റർ അത് ഉപയോഗിച്ച് തകർത്തു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. എല്ലാ അമേരിക്കൻ വിമാനങ്ങളും, അതായത് B2 ബോംബറുകളും ഇപ്പം ഇറാന്റെ വ്യോമസേനയിൽ നിന്ന് മാറി എന്നുള്ളതുമാണ്. സജിമോൻ ആന്റണിയാണ് നമുക്കൊപ്പം യുഎസിൽ നിന്ന് ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മടങ്ങിയെത്താം അദ്ദേഹത്തിലേക്ക്. അദ്ദേഹത്തിന്റെ സൂം കണക്ഷനിൽ ഒരു ചെറിയ സാങ്കേതിക തകരാറ് സംഭവിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. വേഗം തന്നെ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും അമേരിക്കയുടെ ആക്രമണം അത് അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണങ്ങൾ ഇതിനു മുമ്പ് വന്നത്. പല മുന്നറിയിപ്പുകളും, ആക്രമിച്ചാൽ അത് ഇറാന് നേരിടാൻ ശക്തി ഉണ്ടാകില്ല, വലിയ തരത്തിൽ ഇറാൻ വില നൽകേണ്ടി വരും, അതുകൊണ്ട് ഇറാൻ അടങ്ങണം, ഇസ്രായേലിന് മേലുള്ള ആക്രമണം നിർത്തണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ അതൊന്നും അത്ര കണ്ട് മുഖവിലക്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുമെന്ന് ട്രംപ് പറഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മിന്നൽ ആക്രമണം
നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാന് മേൽ എന്നുള്ളതാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ആന്റണി, എന്തായാലും ഇപ്പോൾ ട്രംപ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധത്തിലേക്കൊന്നും കടക്കില്ല എന്ന് ഈ 2ാം വട്ടം അധികാരത്തിൽ കയറിയതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു മിന്നൽ ആക്രമണത്തിലേക്ക് ഇറാനിൽ ഒരു മിന്നൽ ആക്രമണം നടത്തി എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനാകാം ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 7:30 ട്രംപ് മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. മാധ്യമങ്ങളെ കാണുമ്പോൾ ഏതൊക്കെ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കും എന്നുള്ള തരത്തിൽ എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചകൾ? തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പം ഇവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും മജോറിറ്റി ഓഫ് ദ അമേരിക്കൻസ് എല്ലാവരും ഇറാന് ആണവായുധം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏത് രീതിയിൽ ഇല്ലാതാക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിറ്റിയും ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു തുടക്കമാണോ ഇതൊരു അവസാനമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മീൻസ് ഇന്നിപ്പോ 3 ആണവ നിലയങ്ങളിൽ ഫോർദം, നഥാൻ ആൻഡ് എസ്ഫാനിൽ ബോംബിട്ടതുകൂടി ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി എന്ന് വെച്ചുകൊണ്ട് ഇതിവിടെ തീരുകയാണോ അതോ ഇതിന്റെ ഒരു പുതിയ തുടക്കമാണോ എന്നാണ് നമ്മൾ നോക്കിക്കണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസേൺ ഏകദേശം 47,000 ഇവിടുന്നുള്ള അമേരിക്കൻ സൈനികരുടെ ഒരു താവളമാണ് ആ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത്. അത് വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പം ഇറാന് ഇങ്ങനെ ഒരു ബോംബ് വന്നിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇന്ന് മിന്നും പുറകെ നോക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കൺസേൺ ആയിരുന്നു ഈ ഒരു ഡിലേ ഉണ്ടാവാനുള്ള ഒരു റീസണ്. രണ്ടാമതൊരു റീസണ് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ നമുക്ക് അടിക്കണം, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, പ്രസിഡന്റ്. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് എവിടെ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള വലിയ കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് ആ ഒരു ലോജിസ്റ്റിക് ഇൻക്ലൂഡിംഗ് ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടെയുള്ള വിമാനവാഹന കപ്പലുകൾ ഉൾപ്പെടെ എല്ലാ ലോജിസ്റ്റിക്കും അവിടെ എത്തിയിരുന്നു. രണ്ടാമത്തെ നല്ലൊരു ആസൂത്രണവും സ്ട്രാറ്റജിയും ഉണ്ടായിരുന്നു. ആര് പോകണം, എത്ര ബോംബ് B-2 വിമാനങ്ങൾ പോകണം, ഏത് ഏരിയയിൽ പോകണം, ഒരു പ്രിസിഷൻ ടാർഗറ്റ് ആണോ വേണ്ടത്, എങ്ങനെയാണ് എക്സിറ്റ് എടുക്കേണ്ടത്. ഏകദേശം 30ഓളം റീഫ്യൂവലിംഗ് വിമാനങ്ങളും ഇതിനു മുമ്പ് അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. കാരണം ഇവിടുന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 5000 നോട്ടിക്കൽ മൈൽസ് ഫ്ലൈ ചെയ്യണം. 1000-ന് മേളിൽ നമുക്ക് അവർക്ക് റീഫ്യൂവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സാങ്കേതിക കാര്യങ്ങളും പഠിച്ചുകൊണ്ടിട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ആ ലോജിസ്റ്റിക് കംപ്ലീറ്റ് ആയ ഒരു മൊമെന്റിനാണ് ട്രംപ് ഇത് സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തത്. അത് വിജയകരമായി നടന്നു എന്നുള്ളതാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇറാന് എങ്ങനെയായിരിക്കും ഇതിനെ പ്രതികരിക്കാൻ കഴിയുന്നത്? ഇനി ഇറാന് തലങ്ങും ബലങ്ങും അടിച്ചിട്ട് അവർക്കുള്ള കരുത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഉള്ള അമേരിക്കൻ ഈ പറഞ്ഞ 47,000 ആൾക്കാരുണ്ട്, വൈമാനികരുണ്ട്, അവരെ എന്തെങ്കിലും അപായപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വരും മൊമെന്റിലാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു, എങ്ങനെയാണ് ഇതിനെ പര്യവസാനിപ്പിക്കണം എന്നുള്ളത്. ട്രംപ് വളരെ നിശ്ചിതാർത്ഥത്തോടു കൂടി നല്ലൊരു ഡിസിഷനാണ് എടുത്തത് എന്നുള്ളതാണ് എല്ലാവരെയും, അല്ലെങ്കിൽ ഒരു മജോറിറ്റി ഓഫ് അമേരിക്കൻ ആൾക്കാരുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് അമേരിക്കക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം B-2 ബോംബർ അവൈലബിൾ ആയിട്ടുള്ള ലോകത്ത് ആകെ ഉള്ള ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 30,000 പൗണ്ട് ബോംബാണ് അത് വർഷിക്കാൻ ഇടാൻ പറ്റുന്നത്. അത് 200 അടി വരെ പോകത്തുള്ളൂ, അല്ലെങ്കിൽ 200-250 അടി വരെയാണ് പോകുന്നത്. എന്നാൽ സയന്റിസ്റ്റ് പറയുന്നത് ഇറാന്റെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ആണവ സങ്കേതം പ്രത്യേകിച്ച് ഫോർഡത്തിൽ, നതാലിലെ പോണെ അല്ല, ഫോർഡത്തിലുള്ളത് 250-300 അടിക്ക് ഭൂമിക്ക് താഴെയാണ് ഉള്ളത്. അപ്പൊ അവിടെ വരെ പോകണമെങ്കിൽ ഒരു ബോംബ് മാത്രം ഇട്ടാൽ കഴിഞ്ഞാൽ ശരിയാവത്തില്ല, മൾട്ടിപ്പിൾ ബോംബിങ് സെയിം സ്പോട്ടിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രസിഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് അമേരിക്കൻ പൈലറ്റുകൾ പോയത്. ഇതിനു മുമ്പ് ഇസ്രായേൽക്കാര് പലതവണ നമ്മളെ അമേരിക്കൻ ഫൈറ്റേഴ്സിന്റെ പ്രശംസിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അമേരിക്കയുടെ F-16-ഉം F-22-ഉം F-35-ഉം വളരെ നല്ല രീതിയിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാൻ കഴിഞ്ഞു. എന്നാൽ സോ ഫാർ നമ്മൾ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ആണവ ആയുധം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ആ ഒരു റീജിയന് മാത്രമല്ല, യൂറോപ്പിന് മാത്രമല്ല, അമേരിക്കക്ക് ഉൾപ്പെടെയല്ല, മൊത്തം ഒരു ത്രെട്ട് ആയിരിക്കും. കാരണം അവർ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യത്തില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഒരു കാര്യങ്ങൾ. എന്നാൽ ഇതേ സമയം ഇതും പറയേണ്ടിയിരിക്കുന്നു, ഇറാനും ഇന്ത്യയും ഒക്കെയുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും, 1947 to 1979 വരെ നോക്കുകയാണെങ്കിൽ അത് വേറൊരു യുഗമായിരുന്നു ഇറാനിൽ. അവിടെ ആ സമയത്ത് 1947 തൊട്ട് 1979 വരെ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു ഇറാന്. എന്നാൽ അതിനുശേഷം ഈ അയത്തുള്ള അൽ ഖമേനിയുടെ ആ ഒരു വാഴ്ച വന്നതിന് ശേഷം 79 ശേഷം
സ്ഥിതികളും മറ്റും മാറി മറിയുകയും ഇന്ന് 25ലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം കഴിഞ്ഞ 45 വർഷത്തിനകത്തും ഈ ഒരു പോളിസികൾക്ക് കംപ്ലീറ്റ് ഒരു വ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഇറാന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുമായിട്ട് എതിരാണ് വന്നിരുന്നത്. ഇതും ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ 1947 to 79 ഇറാൻ ആയിരുന്നു രണ്ടാമത്തെ രാജ്യം ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചത്, തുർക്കി കഴിഞ്ഞിട്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം 79 ശേഷം വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വരുന്നത് പോണക്ക് വലിയൊരു വ്യതിയാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഫോർദം നതാൻസ് എസ്പാൻ, അതിനകത്ത് എല്ലാവരുടെയും ഫോക്കസ് കിടന്നിരുന്നത് ഫോർദം ആയിരുന്നു. കാരണം അവിടെ 300 അടി താഴേയിലേക്ക് പോകുന്ന ആ ബങ്കർ ബസ്റ്റർ ഉള്ളത് ഒരേ ഒരു രാജ്യം, ആ കേപ്പബിലിറ്റി ഉള്ളത് അമേരിക്ക മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത് വേണമെന്ന്, അല്ല അമേരിക്ക ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ള ഒരു പ്രത്യേകത വന്നത്. അപ്പൊ ആസ് വി സ്പീക്കിംഗ് നൗ അമേരിക്ക അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ സജിമോൻ ആന്റണിയാണ് യു എസിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി തുടരുക. ഇപ്പോൾ